ഹലോ. അപ്പോൾ ഇന്നലെ നീറ്റ് UG 2025 എക്സാം കഴിഞ്ഞ ഉടനെ ഒരുപാട് മെസ്സേജുകളാണ് സാറിൻ്റെ ഒരു അനാലിസിസ് എവിടെയാണ് എന്താണ് കാണാത്തത് എന്നുള്ളതൊക്കെ. ഓൾറെഡി ഞാൻ ഒരുപാട് കുട്ടികളുമായി സംസാരിച്ചിരുന്നു. ഞാൻ യൂട്യൂബിലൊരു പോൾ ഇട്ടിരുന്നു. പോളിൽ നിന്ന് മനസ്സിലായത് more than 50% ഓഫ് ദ സ്റ്റുഡൻസ് ഫൈൻഡ് ദി എക്സാം ഹാർഡ് എന്നുള്ളതാണ്. അത്യാവശ്യം ഹാർഡ് ആയിരുന്നു എക്സാം എന്നുള്ളത്. ഇപ്പോൾ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഈവൻ എല്ലാ യൂട്യൂബ് ചാനൽസും എല്ലാ കോച്ചിങ് സെന്റേഴ്സും ഒക്കെ എല്ലാവരും പറയുന്നത് എന്താണ്, എക്സാം ഹാർഡ് ആയിരുന്നു, കട്ട് ഓഫ്സ് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എത്ര കുറയും എന്നുള്ളത് അനലൈസ് ചെയ്യാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. റൈറ്റ് നൗ വി ഡോണ്ട് ഹാവ് ഇനഫ് ഡേറ്റ എന്നാണ് ഞാൻ പറയുക. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഇനി അടുത്ത വർഷം നിങ്ങൾ നീറ്റ് ആസ്പിറന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അതിലോട്ട് വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞാൻ സംഭവിച്ചത്. ഞാൻ 6 മാസങ്ങൾക്ക് മുമ്പ് നീറ്റ് എക്സാം കടുകട്ടിയാകുമോ എന്നുള്ള വിഷയത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 2 ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാണാം. ഒരു കുട്ടിക്ക് ഓപ്ഷണലി ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ചിലത് എഴുതാവുന്ന കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി നീറ്റ് എക്സാമിന്റെ കട്ട് ഓഫ് കൂട്ടുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 ഇയേഴ്സിൽ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതെ, അത് വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 800-ൽ 720 മാർക്ക് വാങ്ങാനാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നീറ്റ് സ്റ്റുഡൻസ് ചെയ്തിരുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യേണ്ടി വരും, 720-ൽ തന്നെ 720 വാങ്ങാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും. റൈറ്റ്. സോ ഇത് വലിയൊരു ഇംപ്ലിക്കേഷൻ തന്നെയാണ്. ഇത് കഴിഞ്ഞ വർഷം NTA ഒക്കെ നല്ല പണി കിട്ടിയതാണ്. കോടതിയിൽ കയറി ഇറങ്ങി അത്യാവശ്യം NTA ഒരുപാട് ചീത്തയും കേട്ടിട്ട് ഞാൻ തന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NTA കുറച്ച് അല്ലെങ്കിൽ തന്നെ കുറച്ചൊന്ന് പിടിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു അസംഷനാണ്. പക്ഷെ ആദ്യം പറഞ്ഞത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, ഇപ്പോൾ പറഞ്ഞിരുന്നു, അതായത് നീറ്റിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കും എന്നുള്ള കാരണങ്ങൾ കൊണ്ട്. ഒഴിവാക്കിയാൽ നമ്മൾ കഴിഞ്ഞ വർഷം 800-ൽ 720 മാർക്കിന് എഴുതിയിരുന്നത് ഇത്തവണ 720-ന് എഴുതേണ്ടി വരും. അത് തന്നെ എക്സാമിനെ കുറച്ച് ടഫാക്കും. രണ്ടാമത്തത്, കഴിഞ്ഞ തവണത്തെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ വിവാദങ്ങൾ ഒഴിവാക്കാൻ NTA മുമ്പിലുള്ള ഏറ്റവും ഈസി വഴി എന്താ, എക്സാം കുറച്ച് ടഫാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാം ടഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ മാർക്കുകൾ എല്ലാവർക്കും ഒരുപാട് കിട്ടി. അതേപോലെ തന്നെ അതുകൊണ്ട് കോപ്പിയടി, ഇത്തരം വിവാദങ്ങളൊക്കെ NTA-ക്കും ഒഴിവാക്കാൻ സാധിക്കും. ബേസിക്കലി ഈ കാര്യങ്ങളാണ് സംഭവിച്ചത്. ഞാൻ പ്രിഡിക്റ്റ് ചെയ്തെന്തോ വലിയ കാര്യമായിട്ട് പറയില്ല, പക്ഷേ അൾട്ടിമേറ്റ്ലി ഇറ്റ് വാസ് കോമൺ സെൻസ്. ഓക്കെ, പക്ഷേ ഞാൻ ഈ പേപ്പർ ഇന്നലെ എടുത്ത് പേപ്പർ മുഴുവൻ ഞാൻ വായിച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി ഫുള്ള്, സുവോളജി, ബോട്ടണി ഫുള്ള് ഞാനൊന്ന് ഓടിച്ചു നോക്കി. പൊതുവെ എനിക്ക് ഫിസിക്സ് അറിയാം, കെമിസ്ട്രി കുറച്ചറിയാം. സുവോളജി, ബോട്ടണി ഞാൻ എൻ്റെ ഡോക്ടറായ വൈഫ് അവളുടെ കൂടെ ഇരുന്നാണ് ഞാൻ നോക്കിയത്. ഞങ്ങളുടെ രണ്ടാളെ അനാലിസിസ് പറയാം. ഫസ്റ്റ്, ഫിസിക്സ് ഈസ് എക്സ്ട്രീംലി ലെങ്തി. ഓക്കെ, ഫിസിക്സ് ലെങ്തി ആണ്. മേ ബി ഒരു JEE മെയിൻ ലെവൽ, മേ ബി ഇത്തവണത്തെ JEE മെയിൻ ഒക്കെ നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി മേലെയാണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ലെങ്തി ആണ്, ഒരല്പം ടഫാണ്. ഓക്കെ, ഫിസിക്സിൽ ഒരു ഹാഫ് ക്വസ്റ്റ്യൻ, ഒരു 22 ഔട്ട് ഓഫ് 45 ഒക്കെ ചെയ്താൽ തന്നെ ദാറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം ലിമിറ്റഡ് ടൈമിന്റെ ഉള്ളിൽ അൺഡൂവബിൾ എന്നല്ല ഞാൻ പറയാം, പക്ഷേ നമുക്കുള്ളൊരു സമയം ഉണ്ടല്ലോ. എന്ന് മാത്രമല്ല, നീറ്റിന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിന്റെ ബിയോണ്ട് ആണ് വന്നിട്ടുള്ളത്. പലതും NCERT ഉള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും അതിലോട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സമയം വേണ്ടി വരും എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൽ കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് മാത്സിന്റെ എലമെന്റ് നന്നായിട്ട് വരുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ, കുറച്ച് ട്രിഗണോമെട്രി കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ എല്ലാം ചെയ്തു നോക്കിയിട്ടൊന്നുമില്ല, പക്ഷേ ഈ ഒരു മാത്തമാറ്റിക്കൽ എലമെന്റ് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഒരിക്കലും മാത്സ് ഇല്ലാത്തൊരു കോമ്പിനേഷൻ നീറ്റിനൊക്കെ പോകുന്ന ആൾക്കാർ ഒരിക്കലും എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, രണ്ടാമത്തേത് കെമിസ്ട്രി ആണ് കുറച്ച് ഡൂവബിൾ എന്നുള്ള ഒരു രീതിയിലോട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, ഡൂവബിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത് കെമിസ്ട്രിയാണ്. നിങ്ങൾക്ക് മേ ബി ഒരു 35 to 40 ഔട്ട് ഓഫ് 45 ഒക്കെ ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു പേപ്പറാണ് എന്നാണ് ഒരാൾക്ക് പറഞ്ഞാൽ അത്യാവശ്യം പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് ചെയ്യാവുന്ന ഒരു പേപ്പറാണ് എന്നുള്ളതാണ് എനിക്ക് എനിക്ക് ഒരൊറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്തത്. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് നമുക്ക് വിശേഷിക്കാവുന്ന കെമിസ്ട്രിയാണ്. മൂന്നാമത്തേത് നമുക്ക് ബയോളജി എടുക്കാം. ഓക്കെ, ബയോളജി ഞാനും വൈഫും ഇരുന്നിങ്ങനെ വായിച്ചു. എനിക്ക് പറഞ്ഞ ബയോളജി അധികം അറിയില്ല, പക്ഷെ ഞാനും വൈഫ് ഇരുന്നിങ്ങനെ വായിച്ചപ്പോൾ ഇൻ ജനറൽ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പല ക്വസ്റ്റ്യൻസ് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കാൻ തന്നെ എന്ത് ചെയ്യും, നമുക്ക് സമയം എടുക്കും. നമുക്ക് ലിമിറ്റഡ് സമയമുള്ളത്, ക്വസ്റ്റ്യൻസ് വായിക്കാൻ തന്നെ സമയം എടുക്കും. രണ്ടാമത്തത്, കുറച്ചൊരു UPSC സ്റ്റൈലിലോട്ട് ബയോളജി പോയി എന്നുള്ളത് എനിക്ക് തോന്നി. UPSC സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ UPSC പൊതുവെ ഒരു 4 സ്റ്റേറ്റ്മെന്റ് തരും. ആ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ, അതിൽ ഏതൊക്കെ ശരിയാണ്,
ഒരു സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് എളുപ്പമാണ്. 4 സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് അതിൽ ഏതൊക്കെ ശരിയാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് 4 times the effort അല്ലെ. അതേപോലെ അസേഷൻ ആൻഡ് റീസൺ കുറെ എണ്ണം, സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറെ എണ്ണം, കുറച്ച് ലെങ്തിയർ ആയിട്ടുള്ള പ്രാക്ടിക്കൽ കേസസ് കുറെ എണ്ണം. അപ്പോൾ എന്നാലും ഭയങ്കര ടഫാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ലെങ്തിയാണ്, അത് വായിച്ചെടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു തമ്പ് റൂൾ ഉണ്ട്, അതായത് 3 മണിക്കൂറിൽ 1 മണിക്കൂർ കൊണ്ട് ബയോളജി കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് ബാക്കി ഫിസിക്സ് കെമിസ്ട്രി ചെയ്യണം. ആ 1 മണിക്കൂർ കൊണ്ട് ബയോളജി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന്, ബയോളജി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്നുള്ള ഒരു ടേക്ക് അവേ എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ആൾസോ ടഫർ. എന്നാലും ഒരു 300 ഔട്ട് ഓഫ് 360 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 300 to ഒരു 350 വരെയൊക്കെ എന്ത് ചെയ്യാം, ഒരാൾക്ക് സ്കോർ ചെയ്യാം, ലൈക്ക് അവരുടെ പ്രൊഫഷൻസി ലെവൽ അനുസരിച്ച് എന്ന് എനിക്ക് തോന്നി. റൈറ്റ്, അപ്പോൾ ഓവറോൾ കട്ട് ഓഫ് വിൽ കം ഡൗൺ. അത് എത്രയാകും എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ കുറെ വീഡിയോസ് കണ്ടു, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വീഡിയോസ് കണ്ടു. പലരും പറയുന്ന ഒരു 550 ആവും, 520, 530 ഒക്കെ ആവും എന്ന്. ഇപ്പോൾ ബ്രില്യന്റ്, സൈലം, അല്ലെങ്കിൽ എജുപോർട്ട്, യൂണിവേഴ്സൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പല ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കുറച്ചുകൂടി ഡാറ്റ കിട്ടിയതിന് ശേഷം അത് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ദ കട്ട് ഓഫ് വിൽ കം ഡൗൺ. കട്ട് ഓഫ് വിൽ കം ഡൗൺ ബിലോ 600 എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി ഷുവർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഈവൻ 550 എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് ഒരു 550 ഒക്കെ സ്കോർ കിട്ടിയിരുന്നെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് സ്കോർ. കാരണം ഇതിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് ഒരു 100 മാർക്ക് കിട്ടിയാൽ ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് സ്കോർ. ഓക്കെ, കെമിസ്ട്രിയിൽ മേ ബി പറഞ്ഞ പോലെ ഒരു 180 ഒരാൾക്കൊരു 150 സ്കോർ ചെയ്താൽ ദാറ്റ്സ് എ ഗുഡ് മാർക്ക്. ബയോളജിയിൽ ഒരാൾക്ക് 360 മേ ബി ഒരു 330 സ്കോർ ചെയ്താൽ ദാറ്റ്സ് എ ഗുഡ് മാർക്ക്. ഇത് 3 കൂടി ആഡ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുക 330 + 150 480 580 ആണ്. അത്യാവശ്യം നല്ല പഠിച്ച ഒരാൾക്ക് 580 ഒക്കെ മേ ബി ഒരു നല്ല മാർക്കായിരിക്കും. അപ്പൊ ഇതിൽ തന്നെ ഇനിയും എനിക്ക് തോന്നുന്നു ഫിസിക്സ് ഒക്കെ 100 തന്നെ എന്താണ്, ഇറ്റ്സ് എന്താ പറയാ, ഒരു ഹൈ ആസ്ക് ആണ്. 100 തന്നെ വലിയൊരു മാർക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ താഴോട്ടായിരിക്കും ഫിസിക്സിലെ മാർക്ക് വരിക എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഒരു കഴിഞ്ഞ തവണ നമ്മൾ പേപ്പർ നോക്കുമ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞ 580 ഒരിക്കലും കട്ട് ഓഫ് അല്ല കേട്ടോ, ഇതിനേക്കാളും താഴേക്കായിരിക്കും വരിക. കാരണം ഇതൊക്കെ ഒരാൾക്ക് കിട്ടാവുന്ന നല്ലൊരു മാർക്കായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെയും താഴോട്ട് കുറച്ചും കൂടി താഴോട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഫിസിക്സ് ഒക്കെ ഒരു 100, ഒരു 80, 70 ഒക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ ആയിരിക്കും തോന്നുന്നു. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയുള്ള ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, ലൈക്ക് അല്ലെങ്കിൽ എന്താണ് നീറ്റിന്റെ കാര്യങ്ങളിൽ കൂടുതൽ പ്രധാനമാവുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെയ്തു നോക്കാം. റൈറ്റ്, യെസ്. ഓക്കെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാമത്തേത് റൈറ്റ്, ഗോയിങ് ഫോർവേഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്, ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മോർ മാത്തമാറ്റിക്കൽ. ഓക്കെ, മോർ മാത്തമാറ്റിക്കൽ ആയിട്ട് നീറ്റ് പരീക്ഷ ഇതേ ഒരു ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നോ, ലൈക്ക് എക്സാം ഇത്രത്തോളം അൺപ്രഡിക്റ്റബിൾ ആവും, ഒരു തവണ ഭയങ്കര ടഫ് ആവും, ഒരു തവണ ഭയങ്കര ഈസി ആവുന്നത് നല്ല ട്രെൻഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈറ്റ്, ഇപ്പോൾ നീറ്റ് എന്നുള്ളത് മുൻപ് അത്യാവശ്യം മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരു മേ ബി ഒരു അബ്രേഷൻ സംഭവിച്ചതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ ആയിട്ട് പേപ്പർ മാറുകയാണ്. യു ഷുഡ് ഹാവ് സ്ട്രോങ് ബേസ് ഇൻ കാൽക്കുലസ് ആൻഡ് ട്രിഗ്നോമെട്രി. ഓക്കെ, ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് ബേസ് എന്നാൽ ഭയങ്കര ഡീപ്പായി പഠിക്കണം എന്നല്ല, പക്ഷെ അത്യാവശ്യം ഇതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് പല ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുള്ളൂ, ഫിസിക്സിൽ പല ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഫിസിക്സ് ആയിരിക്കും ദ കിങ് മേക്കർ വരാൻ പോവുക എന്നുള്ളത് തോന്നുന്നു. അവിടെ എക്സാം ഒക്കെ ചെയ്യുന്ന പോലുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാംസിന് എന്ത് ചെയ്യാണ്, കൂടുതൽ പ്രാധാന്യം വരികയാണ്. കാരണം ഇതിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു നേരത്തെ തന്നെ പഠിച്ചു വരുന്ന കുട്ടികളോടാണ്. അപ്പോൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇത് മൊത്തം പഠിച്ചെടുക്കാം എന്നുള്ളത് ഇറ്റ് വിൽ ബി എ ഹ്യൂജ് ടാസ്ക്. ഓക്കെ, ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ ബയോളജി മുഴുവൻ ഈ ഒരു ലെവലിലാണ് എക്സാം വരുന്നതെങ്കിൽ ഒരു വർഷം കൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം എന്നുള്ളത് ഒരു ബിഗർ ടാസ്ക് ആയിട്ട് വരികയാണ്. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഫൗണ്ടേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം വേഡ് അടക്കമുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് നിങ്ങളുടെ സിബ്ലിംഗ്സ് ഒക്കെ ആരെങ്കിലും അവർ എൻറോൾ ചെയ്യാം. ഈവൻ നീറ്റ് പോലത്തെ ഒരു എക്സാമിന് പോലും ഒരു ഫൗണ്ടേഷൻ എന്നുള്ളത് വളരെ പ്രാധാന്യത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇരുന്നത്. നാലാമത്തത്, ഇനി വരുന്ന കുട്ടികളെങ്കിലും പ്രിപ്പയർ ഫോർ നീറ്റ് വിത്ത് യുവർ ബോർഡ് എക്സാംസ്. നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നീറ്റ് പോലത്തെ എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ബോർഡ് എക്സാമിന് വേറെയും നീറ്റ് എക്സാമിന് വേറെ ആയിട്ടും കാണരുത്. കണ്ടാൽ നല്ല പണി കിട്ടും, യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ഈ രീതിയിലാണ് പേപ്പർ പോകുന്നതെന്നുണ്ടെങ്കിൽ. കാരണം ഇത് ഒരു ബോർഡ് എക്സാം ലെവലിലല്ല ബേസിക്കലി ഈ വർഷത്തെ നീറ്റ് പേപ്പർ വന്നിട്ടുള്ളത്. മച്ച് ബിയോണ്ട് ബോർഡ് എക്സാം ലെവലാണ്. എസ്പെഷ്യലി നമ്മുടെ ഫിസിക്സും എല്ലാ സബ്ജക്ട്സും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബോർഡ് എക്സാം ലെവലല്ല. നിങ്ങളുടെ എക്സ്പെർട്ടീസ് ഹാസ് ടു ബി സോ ഹൈ. അതുകൊണ്ടാണ് നിങ്ങൾ ഫൗണ്ടേഷൻ ബേസിക്സ് നേരത്തെ തുടങ്ങാന്നുള്ള ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിന്റെ കൂടെ ബോർഡ് എക്സാമിന് എങ്ങനെയെങ്കിലും നമുക്ക് പാസ്സായി പോകാം, എന്നിട്ട് ഒരു വർഷം എൻട്രൻസ് എക്സാമിന് നോക്കാം എന്നുള്ള ആ
ഒരു ടാക്ടിക്സ് ഈ ഒരു പേപ്പറിന്റെ മുമ്പിൽ നടക്കില്ല. ആ ഒരു ലെവലിൽ നമ്മൾ അത്യാവശ്യം നല്ല ലെവലിൽ നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം ആ ഒരു എക്സ്പെർട്ടീസ് അവർക്ക് കോമ്പൗണ്ട് ചെയ്ത് കിട്ടും, അവർക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ബോർഡ് എക്സാം പ്രിപ്പറേഷൻസ് ആളുകൾക്ക് പറ്റിയൊരു പേപ്പറേ അല്ലത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി ഒരു വർഷം എക്സ്ട്രാ അവർ എടുത്താലും ഇത് സർവേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു വർഷം കൊണ്ട് മാത്രം അവർക്ക് സർവേ ചെയ്യാൻ പറ്റില്ല. അവർ നന്നായിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു എഫേർട്ട് അവരുടെ ബോർഡ് എക്സാമിനൊക്കെ ഇട്ട് വരുന്നവർക്ക് ഈ എക്സാമിന് സർവേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ലെവൽ അനാലിസിസ്. കുറച്ചും കൂടി ഡാറ്റ കിട്ടിയതിന് ശേഷം നമുക്ക് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ ഒരു കട്ട് ഓഫ് ഇപ്പൊ വായു നിർത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ കട്ട് ഓഫ് കറക്റ്റ് ആയിട്ടുണ്ട്. ആ ഹൈ കട്ട് ഓഫ് പ്രിഡിക്ട് ചെയ്യുന്ന പേരിൽ ഒരുപാട് ചീത്ത കേട്ട ആളാണ് ഞാൻ. 670+ ആവുമെന്ന് ഞാൻ പറഞ്ഞു, 670+ ആയി. അപ്പൊ ഡാറ്റയുടെ ബേസിസിൽ ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്, അല്ല അതൊരു ഊഹക്കണക്ക് പറയുന്നല്ല. അപ്പൊ കുറച്ചുകൂടി ആൾക്കാരോടൊക്കെ സംസാരിച്ച്, കുറച്ചുകൂടി കുട്ടികളോടൊക്കെ സംസാരിച്ച്, കാരണം കുട്ടികൾ ഇപ്പോൾ ഒരു ഷോക്കിലാണ്. കാരണം അവർക്ക് എക്സ്പെക്ട് ചെയ്യാത്തൊരു പേപ്പറാണ് വന്നത്. പക്ഷെ അതിൽ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഇത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഞെട്ടലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഞെട്ടൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഫിസിക്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. സോ ദിസ് എ ഫെയർ ആൻഡ് സ്ക്വയർ ഗ്രൗണ്ട്. പക്ഷെ കുറച്ചും കൂടി ഒരു മെന്റൽ ടഫ്നെസ് എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയി വരുന്നു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പേപ്പർ കാണുമ്പോൾ ആരായാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഡൗൺ ആയി പോകും. ആ ഡൗൺ ആയി പോകുന്ന സമയത്ത് കുറച്ച് മേലോട്ട് പൊങ്ങി വരുന്ന ആൾക്കാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഈ പേപ്പേഴ്സ് ചെയ്യാൻ പറ്റുക. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ MBBS എന്നുള്ളത് മാത്രം ഒരു സ്വപ്നമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നറിയാം. ദ ഹാർഡ് ട്രൂത്ത് ഈസ് വെദർ ദ എക്സാം ഈസ് ഈസി ഓർ നോട്ട്, എക്സാം ഈസി ആയാലും ഹാർഡ് ആയാലും ദ ട്രൂത്ത് ഈസ് ദാറ്റ് അതൊരു 50,000 ആൾക്കാർ അല്ലെങ്കിൽ 1,00,000 ആൾക്കാർക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകൾ ഹാസ് ടു മൂവ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി അറ്റംപ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഫൈൻ. അത് നിങ്ങൾക്കുള്ള മിസ്റ്റേക്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യണോ വേണ്ടത് എന്നുള്ളത്. അതർ ദാൻ ദാറ്റ് ദർ ആർ ലോട്ട് ഓഫ് അതർ കോഴ്സസ്. അപ്പോൾ ഇതിന് നമ്മൾ ഏത് കോഴ്സിനെ ആയാലും നമ്മൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം ഇതൊക്കെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്നുള്ളതാണ് പല ആളുകളുടെയും പ്രശ്നം എന്നുള്ളത്. ഈ ഷോക്ക് ലെവലൊക്കെ വരുന്നത് അതുകൊണ്ടാണ്, ആങ്സൈറ്റി ലെവൽ കൂടുന്നത് അതുകൊണ്ടാണ്. ഈ ആങ്സൈറ്റി ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ബി ദാറ്റ് മച്ച് അറ്റാച്ച്. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, നിങ്ങളൊരു ഒരു ഷോക്കിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ പല ആൾക്കാരും, റൈറ്റ്? ആൻഡ് എന്താ പറയുക, വളരെ കെയർഫുൾ ആയിട്ടുള്ള തീരുമാനം എടുക്കുക. നിങ്ങളുടെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുക. അബ്രോഡ് MBBS ഏജൻസീസ് ഉണ്ടാവും, മറ്റൊരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിന്മേൽ കയറി കൊത്താൻ വേണ്ടിയിട്ട് അത്തരം ആളുകൾക്ക് നമ്മൾ വീണ് കൊടുക്കാതിരിക്കുക, നേരെ മറിച്ച് ഇൻഫോംഡ് ആയിട്ടുള്ള റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എക്സാൻവയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ടുള്ള എൻട്രി തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇഫ് യു വാണ്ട് ടു എൻ്റർ ദ പ്രോഗ്രാം, താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികൾ 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് അലോട്ട്. നമുക്ക് മറ്റ് വീഡിയോസുമായിട്ട് നീറ്റിന്റെ മറ്റ് അപ്ഡേറ്റ്സ്, കാര്യങ്ങൾ, കൗൺസിലിംഗ്, അതേപോലെ തന്നെ കോഴ്സ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഒക്കെ നിരന്തരം നമ്മുടെ ചാനൽ വരാറുണ്ട്. സോ ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് എന്ത് ചെയ്യാം, നമുക്ക് കാണാം. ബൈ.